നമസ്കാരം. ഇത് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയാണ്. ഈ വീട്ടിൽ ഒരു 4-5 സ്ഥലത്തായിട്ട് ഞാൻ റബ്ബർ കുട്ടയിലാണ് ഇത് നട്ടിരിക്കുന്നത്. ഈ നടുന്നതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ റബ്ബർ കുട്ട വെച്ചിട്ട് അതിൽ കരിയില, ചാണകപ്പൊടി, എല്ലുപൊടി ഇത്രയും മിശ്രിതങ്ങൾ ഇട്ട് ഒരു 3/4 ഭാഗം മണ്ണും കൂടെ ഇട്ടിട്ട് 2 എണ്ണം അങ്ങ് നടുക. കാരണം ഇത് ചുവരിൽ ചേർത്തേന്ന് നടണം. കാരണം ഇത് വളഞ്ഞ് പടർന്നാൽ മാത്രമേ ഇത് കായ്ക്കുകയുള്ളൂ. പലയിടത്തും തോട്ടങ്ങളിലാണെങ്കിൽ 5 അടി 6 അടി പൊക്കത്തിൽ കല്ല് വെച്ചിട്ട് അതിൽ റബ്ബർ ടയർ വെച്ച് അതിൽ പടർത്തിയിടുന്നതാണ് സാധാരണ നടക്കുന്നത്. നമ്മളിപ്പോൾ ടെറസിൽ വയ്ക്കുമ്പോൾ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ പടർത്തുന്നത്. അപ്പോൾ ഈ ചെടി നട്ടിട്ട് 5 വർഷം കഴിഞ്ഞു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കായ്ക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ 3ഉം 4ഉം കായായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു സീസണിൽ ഏകദേശം ഒരെണ്ണത്തിൽ തന്നെ 60-70 കായാണ് കിട്ടുന്നത്. ഇതിപ്പോൾ 3ാമത്തെ വിളവെടുപ്പാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ നടുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനകത്ത് വേറെയുള്ള ജൈവവളം അല്ലാതെ വേറെ വളം ഞാൻ ഉപയോഗിക്കാറില്ല. അതിൻ്റേതായൊരു ടേസ്റ്റും ഇതിനകത്തുണ്ട്. ഇത് ഒരു കായ പറിച്ചിട്ട് നമുക്ക് രുചിച്ച് നോക്കാം. ഇതാണ് അതിൻ്റെ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. എന്താ സൂപ്പറല്ലേ? സൂപ്പർ സാധനമാണ്. ഇതിനകത്ത് കടുക് പോലുള്ള അതിൻ്റെ വിത്ത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. നല്ല മധുരമുണ്ട്. കാരണം ഇത് അധികം പരിചരണം വേണ്ട. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. വലിയ രോഗങ്ങളും വരാറില്ല. ഞാനിതിൽ മരുന്നൊന്നും അടിക്കാറില്ല. ഈ രീതിയിൽ തന്നെയാണ് ഇത് കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറച്ചും കൂടെ വയ്ക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ നേരം പറിച്ചെടുക്കാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഗുണം വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഇതിൻ്റെ ഫ്രീ റാഡിക്കൽസിനെ ഇത് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോഷക ഗുണമുള്ള ഒരു വസ്തുവാണ്. നേച്ചുറലായിട്ട് നമുക്ക് ഇത് ഉൽപ്പാദിപ്പിക്കാനും നമുക്ക് തന്നെ കഴിക്കാനും പറ്റും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യത്തിനാണ് നട്ടതെങ്കിലും കൂടുതൽ കിട്ടിയപ്പോഴത്തേക്കും ഇപ്പം തന്നെ ഒരു 10 കിലോ കൂടുതൽ വിറ്റ് കഴിഞ്ഞു. ഇപ്പം പുറത്ത് കിലോയ്ക്ക് 220, 240 ഒക്കെ ഉണ്ട്. ഞാൻ വിറ്റത് 180 രൂപയ്ക്കാണ് ഞാൻ വിറ്റത്. പിന്നെ കൂടുതൽ വരുമ്പോൾ എൻ്റെ അയൽപക്കത്തുള്ള ആൾക്കാർക്കും ഞാനിത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇത് നടുക. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനമുള്ള ഒരു ഫലമാണ്. ഇതിനകത്ത് വേറെ മരുന്നോ വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചേരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൻ്റെ കോർണറിൽ റബ്ബർ കുട്ടയിൽ 1-2 എങ്കിലും നട്ട് അവരുടെ ആവശ്യത്തിന് ഇത് ഉണ്ടാക്കിയെടുക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. ഇനി ഇതൊന്ന് പറിക്കട്ടെ. ചെറുതായിട്ട് മുള്ളാണ് ഇതിൻ്റെ പ്രധാനം. അതിന് മുള്ളുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ?